അങ്ങനെ ഇന്നലെ തന്വിക്കുട്ടൻ്റെ മൂന്നാമത്തെ പരീക്ഷയും കഴിഞ്ഞ് ഞങ്ങൾ നേരത്തേനെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. സ്കൂളിലെത്തിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് എക്സാം നടന്നത്. 10:30 മുന്നേ എത്തിയതിനാൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ട വന്ന്. അവൻ്റെ കാലിന് ഇത്തിരി മാറ്റമുണ്ടെന്നല്ലാതെ സ്റ്റെപ്സ് കയറാൻ ഇപ്പോഴും ബുദ്ധിമുട്ടാണ്. ഇന്നലെ തന്വിക്കുട്ടൻ്റെ അച്ഛനും വന്നിരുന്നേ സ്കൂളിൽ. അവനതറിയാതെ പരീക്ഷ കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്തേക്ക് ഓടി വന്നതാണ്. അപ്പോൾ ഓഫീസ് സ്റ്റാഫിനോട് പറഞ്ഞ് അവനെ അച്ഛൻ്റെ അടുത്തേക്ക് വിട്ടു. അവരുടെ ഇപ്പോഴത്തെ പരാതി എന്ന് പറഞ്ഞാൽ, പരാതി എന്നല്ല നമ്മളോട് പറഞ്ഞതെന്ന് വെച്ചാൽ, അവനെ ഞാൻ ക്ലാസ്സിൽ ഇരുത്തുന്നില്ല എന്ന്. അപ്പം ഞാൻ പറഞ്ഞു അവനെ എടുത്തിട്ട് സ്റ്റെപ്സ് കയറിയിട്ട് പോകാൻ. പക്ഷേ അവരാരും അതിന് വില്ലിങ് അല്ലായിരുന്നേ. തന്വിക്കുട്ടന് ഇത്തിരി വെയിറ്റ് ഉണ്ട്. അപ്പം അവനെ എടുത്ത് സ്റ്റെപ്സ് കയറാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നേ. അതുകൊണ്ട് പരീക്ഷ മുഴുവൻ എഴുതിക്കാമെന്ന് വെച്ച്. അങ്ങനെ വീട്ടിൽ എത്തി. ഇത് അച്ഛൻ്റെ റൂമിൽ നിന്ന് ഞങ്ങളുടെ റൂമിലേക്ക് അലമാരയൊക്കെ മാറ്റുന്ന കലാപരിപാടികൾ കഴിഞ്ഞു. ഇത് ചിക്കൻ പ്രസാദമായി കിട്ടുന്ന ഞങ്ങളുടെ വീടിനടുത്തുള്ളൊരു ക്ഷേത്രമാണ്. അവിടെയുള്ള ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റില്ലേ വേറൊരു സ്ഥലത്തുനിന്ന് കഴിച്ചിട്ടും എനിക്ക് കിട്ടിയില്ലേ. അപ്പം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പം ഇളയ മെമ്പർ പലതിനും ആവശ്യപ്പെട്ട് വന്നിട്ടുണ്ട്. ചിക്കൻ വേണം, ഉണ്ണിയപ്പം വേണം, പായസം വേണം. ഇത്തിരി കൊടുത്തേ. കൂടുതൽ കൊടുക്കാൻ നിന്നാൽ അവന് ഇനിയ പ്രശ്നം, അതുകൊണ്ട് കൊടുക്കാറില്ല. പിന്നീട് ഞാനും അച്ഛനൊക്കെ റൂമൊക്കെ വൃത്തിയാക്കി. തന്വിക്കുട്ടൻ്റെ സ്റ്റഡി ടേബിളാണ് ഇത്. അച്ഛൻ പിന്നെ ഇളയ മെമ്പർ വിളിച്ച സ്ഥലം കാണിച്ചു തരാം.